നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. സ്റ്റഡി ടൈം ടേബിൾ, അതും പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആദ്യം തുടങ്ങിയ മുതൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് അയക്കുന്ന ഒരു കാര്യങ്ങളാണ് സ്റ്റഡി ടൈം ടേബിൾ. കുട്ടികളുടെ മനസ്സറിഞ്ഞ് നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ ഇടുക. മാത്രമല്ല, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഒന്നും പഠിക്കാത്തവർ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങൾ പോയി, നമ്മുടെ ജീവിതം പോയി, കട്ടപ്പുകയാണ്, ഇനി എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഗണത്തിൽ പഠിക്കുന്നവർക്ക്, ഏത് രീതിയിൽ പഠിക്കുന്നവർക്കും പറ്റുന്നൊരു ടൈം ടേബിളാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത്. ഒരു അധ്യാപനം എന്നുള്ള അല്ലെങ്കിൽ മാഷ എന്നുള്ള രീതിയിൽ നിങ്ങളെ കണ്ടുകൊണ്ടിടുന്ന ടൈം ടേബിളാണ്. പിന്നെ ഇത് സയൻസുകാർക്കും പറ്റും, ഹ്യൂമാനിറ്റീസുകാർക്കും പറ്റും, അക്കൗണ്ടൻസിക്കാർക്കും പറ്റും, എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ്. നിങ്ങൾ ഓരോ വിഷയങ്ങളാണ് നിങ്ങളെ ഹ്യൂമാനിറ്റീസുകാരും കൊമേഴ്സുകാരും അതിനനുസരിച്ച് മാറ്റിയാൽ മതി. അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ മാറ്റി എടുത്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ടൈം ടേബിൾ ഇടുമ്പം നമ്മുടെ മനസ്സിൽ പബ്ലിക് എക്സാമിന് ടൈം ടേബിൾ ഉണ്ട്. നിങ്ങൾക്കറിയാം, +2 പബ്ലിക് എക്സാം ഇത്രയും മോശമായ ടൈം ടേബിൾ ഉള്ളൊരു വർഷം വേറെ ഇല്ല. കാരണം ഇത്രയും ഗ്യാപ്പുകളില്ലാത്ത, അത് കാരണം ഫിസിക്സിന് ഒറ്റ ദിവസമേ ഉള്ളൂ, ബയോളജിക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ, കെമിസ്ട്രിക്ക് 2 ദിവസമേ ഉള്ളൂ, മാത്സിന് 6 ദിവസമുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ്, വളരെ പവർഫുള്ളാണ്. അന്നേരം ആദ്യമായിട്ട് കാണുന്നവർ ഇത് ഒന്ന് ഷെയർ ചെയ്യുക. സ്റ്റഡി ടൈം ടേബിൾ ഒപ്പം നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള നോട്ട്സ്, അത് ഫിസിക്സിൻ്റെ മാത്രമല്ല, കെമിസ്ട്രിയുടെ ആയാലും മാത്സിൻ്റെ ആയാലും കഴിഞ്ഞോട്ട് എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും പ്രയോജനം ചെയ്തതാണ്. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ വേണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം അത് നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ +2 സൂപ്പർ സ്റ്റഡി ടൈം ടേബിൾ 2025. ഇനി നമ്മൾ ഗ്യാപ്പുകളില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് കാര്യമില്ല. എത്ര കഷ്ടപ്പെട്ടായാലും അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ അല്ലേ? പ്രളയവും കോവിഡും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട്, പ്രളയമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അതിജീവിച്ചെങ്കിൽ ഈ ടൈം ടേബിൾ അത് അതിജീവിച്ചേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടേ. എന്നിട്ട് നമുക്കതേ പറ്റൂ. എന്നിട്ട് നമ്മളത് അതിജീവിക്കണം. അന്നേരം നമ്മുടെ +2 സൂപ്പർ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുമ്പം 10-ാം തീയതി തിങ്കളാഴ്ച ഫെബ്രുവരി മുതൽ തുടങ്ങുകയാണ്. ഇടയ്ക്ക് മോഡൽ എക്സാം ഉണ്ട്. അതൊക്കെ നൈസായിട്ട് വെച്ചുകൊണ്ടുള്ള ടൈം ടേബിളാണ്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം, നിങ്ങൾ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നില്ല. 5 മണിക്ക് വേക്കപ്പ്, 5:30 ചെയ്ത്. കാരണം പല ഫോർമാറ്റിലുള്ള, പല ഗണത്തിൽ പഠിക്കുന്ന, രാവിലെ കൂടുതൽ പഠിക്കുന്ന, രാത്രി കൂടുതൽ പഠിക്കുന്ന, 2 ഇടത്തും പഠിക്കാത്ത, ഇടയ്ക്ക് ഉറങ്ങുന്ന, ഫുൾ ടൈം ഉറങ്ങുന്ന, ഇവരെ എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയും. ഒരുപാട് സമയം വേണ്ട, പക്ഷേ പരീക്ഷ എടുക്കുമ്പോൾ കൂടുതൽ സമയം കഷ്ടപ്പെട്ടാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം വെച്ചാണ് ഈ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റഡി ടൈം ടേബിളിൽ കയറാം. 10-ാം തീയതി ഞാനിതിനെ 5 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിൾ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ CS, ഇംഗ്ലീഷ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഫിസിക്സിന് വേണമെങ്കിൽ അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ അങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും ഏത് സ്ട്രീം വേണമെങ്കിലും എടുക്കാം. ഫിസിക്സ് 10-ാം തീയതി നിങ്ങൾ ഏതെങ്കിലും 2 മണിക്കൂറെങ്കിലും മിനിമം ആണ്. അത് ശ്രദ്ധിച്ചേക്കണം. ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. മിനിമം നിങ്ങൾ ഫിസിക്സ് 2 മണിക്കൂർ പഠിച്ചിരിക്കണം. അല്ലാതെ എല്ലാ വിഷയവും ഇവിടെ 2 മണിക്കൂർ 1 മണിക്കൂർ പഠിച്ചിട്ടും കാര്യമില്ല. അതിനുള്ള സമയം അല്ല. നല്ലപോലെ മാർക്ക് കിട്ടണമെങ്കിൽ, നല്ല മാർക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ റെഡി ആയിരിക്കണം. കെമിസ്ട്രി 2 മണിക്കൂർ പഠിക്കണം. 10-ാം തീയതിയാണ്. മാത്സ് 1 മണിക്കൂർ, ബയോളജി 4 മണിക്കൂർ, അല്ലെങ്കിൽ CS നിങ്ങൾക്ക് അത്രയും പ്രശ്നമല്ലെങ്കിൽ CS ആണെങ്കിൽ 2 മണിക്കൂർ എടുത്തുകൊണ്ട് ഫിസിക്സോ കെമിസ്ട്രി 3 ആക്കാം, കുഴപ്പമില്ല. ഇംഗ്ലീഷ് 1 മണിക്കൂർ ദിവസവും പഠിച്ചോണം. ഇംഗ്ലീഷ് ട്വിസ്റ്റാണ്, നിങ്ങൾക്കറിയില്ലോ. +1 മുതൽ +2 ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ പോകുന്ന ഒരു വിഷയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് 1 മണിക്കൂർ ഇംഗ്ലീഷ് പഠിച്ചോളുക. ബയോളജിക്കുള്ള കാരണം ബോട്ടണി സുവോളജി കൊണ്ട് ഒറ്റ ദിവസമേ ഗ്യാപ്പും ഉള്ളൂ. അതുകൊണ്ടാണ് മാഷ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് തന്നെ ഫിസിക്സ് 11-ാം തീയതി 2 മണിക്കൂർ. ഏത് 2 മണിക്കൂർ? നിങ്ങൾ മൊത്തം നോക്കി, 4, 1, 5, 9, 10 മണിക്കൂറാണ് ദിവസം പഠിക്കാനുള്ളത്. 24 മണിക്കൂറുണ്ട്. 14 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കും, 6 മണിക്കൂർ റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ട്യൂഷനോ ബാക്കിയുള്ളതിനൊക്കെ പോകുന്ന കുട്ടികൾ കാണുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കൂടുതൽ മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ നേട്ടം. 11-ാം തീയതി 2 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി. എന്നാലും ഞാൻ എടുത്തു പറയുന്നത് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റർ, AC, റേ ഒപ്റ്റിക്സ് പോലെ ചാപ്റ്റർ ആണെങ്കിൽ, കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി, നമ്മുടെ മാത്സ് ആണെങ്കിൽ
ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ പോലുള്ള നല്ല ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം എടുക്കുക. 1 മണിക്കൂർ ബയോളജി, 4 മണിക്കൂർ, 1 hour ഇംഗ്ലീഷ്. 12-ാം തീയതി 3 മണിക്കൂർ ഫിസിക്സ്, 2 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്. ഇവിടെ എല്ലാം 1 മണിക്കൂറുള്ളൂ മാത്സ്. കാരണം മാത്സിന് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടുകൂടാണ്. ബയോളജി 4 മണിക്കൂർ, 1 മണിക്കൂർ ഇംഗ്ലീഷ്. 13-ാം തീയതി 3 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്, 2 മണിക്കൂർ ബയോളജി. ഞാൻ മൊത്തത്തിൽ ആ മണിക്കൂർ ഇട്ടേക്കുന്ന മാത്സിന് സമയം ഇട്ടേക്കുന്നത്, കാരണം അത്രയും നന്നായിട്ട് പഠിച്ചെടുക്കാറുണ്ട്. അന്ന് 2 മണിക്കൂർ മാത്രം നിങ്ങൾ ബയോളജി പഠിച്ചാൽ മതി. 1 മണിക്കൂർ ഇംഗ്ലീഷ്. 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കരുത് കേട്ടോ, നമ്മുടെ ജീവിതം കട്ടപ്പുകയാവും. 3 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്, ബയോളജി 2 മണിക്കൂർ, 1 മണിക്കൂർ ഇംഗ്ലീഷ്. 15-ാം തീയതി 4 മണിക്കൂർ ഫിസിക്സ്. അതിനുള്ള കാരണമുണ്ട്, കാരണം മോഡൽ എക്സാമിൻ്റെ ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് ആണ് അല്ലേ. കെമിസ്ട്രി 1 മണിക്കൂർ, മാത്സ് 3 മണിക്കൂർ, ഇവിടെ മാത്സ് കൂടുതലാക്കിയിട്ടുണ്ട്. ബയോളജി 1 മണിക്കൂർ, ഇംഗ്ലീഷ് 1 മണിക്കൂർ. 16-ാം തീയതി 8 മണിക്കൂർ ഫിസിക്സ്, കാരണം 17-ാം തീയതി ഫിസിക്സ് ആണ്. 1 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്. അന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ഫിസിക്സ് പഠിച്ചാലും തെറ്റില്ല, കാരണം എന്നാലും ഇങ്ങനെ പഠിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം മോഡൽ, അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം, മോഡൽ എക്സാമിന് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അന്നേരം ഇത് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള. ഇനി നിങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 17-ാം തീയതി മുതൽ 21-ാം തീയതി മോഡൽ എക്സാംസ് ആണ്. 17 മുതൽ 21 വരെ മോഡൽ എക്സാംസ് ആണ്. അന്നേരം നിങ്ങൾ മോഡൽ എക്സാമിന് നിങ്ങൾ പഠിക്കുക. അത് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടോളാം. എന്നാലും മോഡൽ എക്സാമിന് സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഈ ടൈം ടേബിളുമായിട്ട് അലങ്കോലപ്പെടുത്തണ്ട. ഞാനൊരു 15-16 ദിവസത്തെ ടൈം ടേബിളാണ്, 15 days സ്റ്റഡി ചലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. മോഡൽ എക്സാം കഴിയട്ടെ 22-ാം തീയതി. ഇനി പഠിക്കുന്ന ഓരോ ദിവസവും നമ്മൾ അവർ കൂട്ടണം. നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കേണ്ട ദിവസങ്ങളാണ്, കാരണം പിന്നെ ഒരു 10 ദിവസമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് 22-ാം തീയതി 3 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി, മാത്സ് 2 മണിക്കൂർ, ബയോളജിയും ഇംഗ്ലീഷും ഓരോ മണിക്കൂർ. 23-ാം തീയതി 1 മണിക്കൂർ ഫിസിക്സ്, 4 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്, ബയോളജി 4 മണിക്കൂർ, 1 മണിക്കൂർ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് മാഷ് പറയുന്നത്, ഇത്രയും സമയം ചിലതിനൊക്കെ ഇന്നത് വേണ്ടേ? ഇത് ഞാനിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തും ഒരു 4-5 മണിക്കൂർ എടുത്തായിരിക്കും ഈ ഓരോ വിഷയത്തിനും ഇത്ര മണിക്കൂർ കൊണ്ട് തീരത്തുള്ളൂ എന്നുള്ളൊരു ഐഡിയ വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അല്ല ചുമ്മാതെ 4, 3, 2, 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ കേട്ടോ. 24-ാം തീയതി 4 മണിക്കൂർ ഫിസിക്സ് പഠിക്കുക, 3 മണിക്കൂർ കെമിസ്ട്രി പഠിക്കുക, 2 മണിക്കൂർ മാത്സ്, 2 മണിക്കൂർ ബയോളജി, 1 മണിക്കൂർ ഇംഗ്ലീഷ്. മാത്സിന് കുറവിടുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് 6-7 ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമയം ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ വലിയ ചാപ്റ്റേഴ്സ് തീർത്ത് വെച്ചേക്കുക. 25-ാം തീയതി 4 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ ബയോളജി മാത്സ്, 3 മണിക്കൂർ ബയോളജി ഇംഗ്ലീഷ് 1 മണിക്കൂർ. 26-ാം തീയതി 4 മണിക്കൂർ ഫിസിക്സ്, 2 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്, 4 മണിക്കൂർ ബയോളജി, 1 മണിക്കൂർ ഇംഗ്ലീഷ്. 27-ാം തീയതി 4 മണിക്കൂർ ഫിസിക്സ്, 3 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ മാത്സ്, 3 മണിക്കൂർ ബയോളജി, 1 മണിക്കൂർ ഇംഗ്ലീഷ്. 28-ാം തീയതി ഫെബ്രുവരി തീരുകയാണ്, 2 മണിക്കൂർ ഫിസിക്സ്, 1 മണിക്കൂർ കെമിസ്ട്രി. അന്ന് നിങ്ങൾ മാത്സ് പഠിക്കണമെന്നില്ല, ബയോളജി 1 മണിക്കൂർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 6 മണിക്കൂർ പക്ഷേ നിങ്ങൾ ഏത് പഠിച്ചിരിക്കണം? ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, കാരണം നമ്മുടെ ഫസ്റ്റ് പരീക്ഷ ഇംഗ്ലീഷാണ്. അന്നേരം അടുത്ത മാർച്ച് 1 ഇംഗ്ലീഷ് ടോട്ടലി നിങ്ങൾക്ക് 12 മണിക്കൂർ പഠിക്കാം. 24 മണിക്കൂർ 12 മണിക്കൂർ പഠിച്ചാലും കുഴപ്പമില്ല, 10 മണിക്കൂറെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. മാർച്ച് 2-ാം തീയതി മിനിമം 10 മണിക്കൂർ പഠിച്ചിരിക്കണം, കാരണം നമ്മുടെ ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷാണ്. അന്നേരം മാർച്ച് 3-ാം തീയതി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്നല്ല ഫുൾ ചാപ്റ്റേഴ്സ് തരും. പിന്നെ ഇതിനിടയ്ക്കുള്ള ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ ഇടാം. അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും ഏതൊക്കെ ചാപ്റ്ററിൽ എത്ര മണിക്കൂർ വീതം പഠിക്കണം, കഴിഞ്ഞ വർഷങ്ങളെല്ലാം അത് ഇട്ടാണ്. അന്നേരം അതൊക്കെ ചെയ്തു തരാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയാൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ, ഒന്നും ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ തീർത്തു വെക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ വെച്ച് എനിക്ക് കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ്, എനിക്ക് +2 നല്ല മാർക്ക് കിട്ടി, എനിക്ക് നല്ല കോഴ്സ് മേടിക്കണം, അടുത്ത കോഴ്സിന് ചേരണം,
പൈസ ഒന്നും കൊടുക്കാതെ മാനേജ്മെൻറ്റ് സീറ്റിലല്ലാതെ മെറിറ്റ് നേടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാകും എന്നുള്ള സംശയമില്ല. ഓരോ ചാപ്റ്റർ പഠിച്ച് തീരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് ഗംഭീരമായിരിക്കും. അന്നേരം നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി ടൈം ടേബിളിന് പുറകിൽ നിങ്ങൾക്ക് നാളെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ നല്ലപോലെ സ്കീം അനുസരിച്ച് പാറ്റേൺ അനുസരിച്ച് റെഡിയാക്കിയിരിക്കുന്ന സാധനമാണ്. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നോട്ട്സുകളും എല്ലാം സിമ്പിളായിട്ട് കിട്ടും. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല പഠിക്കുക. സ്റ്റഡി ടൈം ടേബിൾ ഗംഭീരമാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഇത് ഉതകും, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.